പരിഹരിക്കാനുള്ള കരുത്ത് എനിക്കുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങൾ അതിലിടപെട്ട് എൻ്റെ വിഷയം പരിഹരിക്കും. അതിനു പകരം ഞാനിങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ UDF-ന്റെ നേതാക്കളുമായിട്ട് ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഒരു 2-4 മാസങ്ങൾക്ക് മുമ്പ് ഈ UDF-ന്റെ നേതാക്കൾ എന്നോട്, ഞാൻ അന്ന് NDA എന്തോ ഒരു വിഷയത്തിൽ ചാനലിൽ കൂടി ഞാൻ പറഞ്ഞു NDA ശരിയല്ല, അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞതിന് തൃപ്തനാണോ എന്ന് ചോദിച്ചു. തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയുണ്ട്, തിരുവഞ്ചൂരുണ്ട്, VD സതീശൻ, എല്ലാവരും ചോദിച്ചു. എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ തൃപ്തനല്ല എന്ന് തന്നെ പറഞ്ഞു. ഇപ്പോഴും ഞാൻ തൃപ്തനല്ല എന്ന് തന്നെ പറയുന്നു. പിന്നെ ഒരു തീരുമാനം അവരെടുക്കുമ്പോൾ പത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കണം. നിലവിൽ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം എനിക്ക് അത്യാവശ്യം അംഗീകാരം കൂടി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം 3 ദിവസം മുമ്പേ എന്നോട് പറഞ്ഞതാണ്, നേരിട്ട് ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ആ ദിവസമാണ് ഇന്ന് കണ്ണൂർ കൃഷ്ണദാസിൻ്റെ മകളുടെ കല്യാണം, അതായത് അങ്ങോട്ടാണ്. അപ്പം നിലവിലിപ്പോൾ വന്ന വാർത്ത കൊണ്ട് ആശയക്കുഴപ്പം VSTP എല്ലാവരും വിളിക്കുകയാണ്. VSTPക്കാണെങ്കിൽ പ്രതിനിധി സഭ കൂടണം, പാർട്ടിയിലാണെങ്കിൽ നമുക്ക് സംസ്ഥാന കമ്മിറ്റി കൂടണം. നാളെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയാണ്. നമ്മുടെ ഇവിടെ 11 മണിക്ക് പ്രസ് ക്ലബ്ബ് ഹാള് വെച്ച് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി പാർട്ടിയുടെ അഭിപ്രായം പറയും. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വന്നത് ഞാൻ അവരുടെ ആളുകളുടെ അതൃപ്തിയാണോ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെയും ചില നേതാക്കൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് മറ്റൊന്നിലേക്ക് ചാടിപ്പോവാനുള്ള അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. രണ്ടാമത്, മനസ്സുകൊണ്ട് 14 വയസ്സ് വരെ ഇപ്പോൾ 62 വയസ്സ് വരെയും ഞാനൊരു സ്വയംസേനാണ്. ആ സ്വയംസേനത്വത്തിൽ തന്നെ ഞാൻ ഉറച്ച് ജീവിക്കുന്നയാളാണ്. എന്നെപ്പോലെ ഒരാൾക്ക് അതിൽ ചെന്നെത്തിയാൽ നിൽക്കാൻ എത്ര ദിവസം കഴിയും എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ എല്ലാത്തിനും വ്യക്തമായ അഭിപ്രായം പറയുന്ന ആളാണ്. അതത് പറ്റൂലെന്നൊക്കെ ഉള്ള അറിയാം. രാഷ്ട്രീയ ബോധം എനിക്കുമുണ്ട്. പിന്നെ NDA സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളോട് കാണിക്കുന്ന സമീപനം ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 300ഓളം സീറ്റ് BDS-ന് കൊടുത്ത് അവർക്ക് ജയിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് 4 സീറ്റേ എന്നുള്ളൂ, 1 ജയിച്ചു. പുഞ്ചക്കരി കോർപ്പറേഷനിൽ ഒരു സീറ്റ് തന്നു. 2400 വോട്ട് BJPക്ക് ഉണ്ടെങ്കിൽ അവിടെ 1035 വോട്ടായിട്ട് കുറയണെന്തിന്? വോട്ട് ഘടകകക്ഷികൾക്ക് ഇടാനുള്ള വൈമനസ്യം BJPക്ക് ഉണ്ട്. ആ വൈമനസ്യം എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആകെ കോർപ്പറേഷനിൽ കിട്ടിയ ഒരു സീറ്റാണ്. ആ സീറ്റ് പോലും ഈ 1500 വോട്ട് എവിടെ പോയി? അതുപോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്നത് കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്യാം ലേജു. പൂവച്ചൽ ജില്ലാ ഡിവിഷനിലാണ് അയാൾ മത്സരിച്ചത്. 10,000-അടുത്തുള്ള വോട്ടുകൾ പിടിച്ചു. പക്ഷേ BJPക്ക് 800 വോട്ട് 850 കിട്ടിയ വാർഡുകളിലും ഇയാൾക്ക് 400 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 400 കോൺഗ്രസിനാണ് കിട്ടിയത്. ആ സമീപനം ഇവർ തിരുത്തണം, അതിൽ സംശയമില്ല. അത് പ്രധാനമായിട്ട് ഞാൻ NDAയുടെ മീറ്റിങ്ങിൽ, ഉടനെ കൂടുന്ന മീറ്റിങ്ങിലും അവതരിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം അവതരിപ്പിക്കും. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ എഴുതിയെടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അവർ ഇതാരോടെയും പറയാതെയാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല ആളുകളുടെയും ഇത് സംസാരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിട്ടുണ്ട്, തിരുവഞ്ചൂരിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം VD സതീശൻ്റെ വട്ടത്ത് നമ്മുടെ VSTPയുടെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ, അത് ഔദ്യോഗിക ഹൗസിലാണെന്ന് തോന്നുന്നു, ഒരു 4 മാസം മുമ്പേ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പകരം തിരുവഞ്ചൂരിനെ വരാൻ പറഞ്ഞു. പക്ഷെ തിരുവഞ്ചൂർ വന്നെത്തിയില്ല. ഇങ്ങനെ അതിലെങ്ങനെ പിടിച്ചു നിൽക്കും? ഞാൻ പറഞ്ഞു അതിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് മാത്രമാണ് ഇതിൻ്റെ മൂലധനം. അപ്പോഴാണ് ഇന്ന് എന്നെ വിഷ്ണുരത്തിനെ ഇതിലെടുത്തു എന്നുള്ള വാർത്ത വന്നത്. അല്ല, ഞാൻ എന്നോട് ചോദിച്ച് സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കൾ ചോദിക്കുമല്ലോ, ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്നിടം എങ്ങനെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിന് അത്ര സുഖമല്ല എന്ന് തന്നെ പറയണത്. ഇപ്പോഴും ഞാനത് പറയുന്നു, അത്ര സുഖമല്ല.
ഭാഗമായിട്ടിരിക്കുമ്പോൾ അതിനകത്ത് താങ്കൾക്കുള്ള ഒരു അതിർത്തി തൊട്ട് എതിർകക്ഷിയായിട്ടുള്ള UDF നേതാക്കളോട് പറയുന്നത് അസ്വാഭാവികതയില്ലേ? ഉണ്ട്. സുഹൃത്തുന്നാലും കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെ സുഖമാണോ പ്രവൃത്തിയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തുറന്ന് പറയും. ഇല്ല അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഈ വിഷയത്തിലുള്ള ഡിസ്കഷൻ നടന്നിട്ടേ ഇല്ല. അല്ല, അതിലെ ഒരു കാര്യം ഞാൻ ഇപ്പൊ ചാനലിൽ കൂടി കണ്ടത്, നിങ്ങളുടെ ഏതൊരു ചാനലിലാണ് കണ്ടത്, ഇങ്ങനെ കത്ത് തന്നു, ഇങ്ങനെ അപേക്ഷ നൽകി, അതിന് പ്രകാരം ചർച്ച ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഞാൻ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്തേ. ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്തേ. CK ജാൻ NDAയിൽ നിന്നെയാണ് നേരത്തെ. അല്ലല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതിപ്പോ രണ്ടും ഒരുപോലെ തന്നെ ആദേശം, ഇതിലിരിക്കും പോലെ തന്നെ അതിലിരിക്കുന്നത്. പക്ഷെ ഇതില് എന്റെ വിഷയങ്ങള് രാജീവ് ചന്ദ്രശേഖർ ഒരു പരിധിവരെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, സംസാരിച്ച്. എന്റെ വിഷയങ്ങൾ ഇത്രയേ ഉള്ളൂ. അത് ഇതിൽ ചാനൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. NDAയിലും കേട്ടോട്ടെ. അവര് ഈ ഘടകകക്ഷികളെ ആ മുന്നണി മര്യാദ അനുസരിച്ച് മാനിക്കുന്നില്ല എന്നുള്ളത് എന്റെ ഭാഗത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 3 മാസം മുമ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സജീവമായിട്ട് നമുക്ക് കുറച്ച് സീറ്റ് തന്നു. അതിൽ ഒരു ബ്ലോക്കും ഒരു വാർഡും ഒക്കെ ജയിച്ചു. അതിന് ഈ പരസ്പര ബന്ധമുള്ളവരാണ് കോൺഗ്രസിൽ നിൽക്കുന്ന എല്ലാ ആളുകളും. ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോൺഗ്രസ്, അന്ന് ബെന്നി ബഹനാനാണെന്ന് തോന്നുന്നു, എൻ്റെ ഉണ്ട്, ഇവിടെ തന്നെ ഞാൻ വേണമെങ്കിൽ കത്തെടുത്ത് തരാം, ഈ ഘടകകക്ഷിയാക്കാന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ട് എനിക്ക് 10 വർഷം മുമ്പ്. അന്ന് നമ്മൾ ഇതിൽ ഘടകകക്ഷി അല്ല. അന്ന് ഈ കാമരാജ് കോൺഗ്രസ് ഇടതുപക്ഷത്തിനെയാണ് നമ്മൾ സഹായിക്കുന്നത്. വക്കം വിശ്വനാണ് ഇത് ഉദ്ഘാടനം ചെയ്തതൊക്കെ. ഇല്ല, അവരെ കാര്യം എനിക്കറിയില്ല. ഈ ജാനുവിന്റെ കാര്യവും അൻവറിന്റെ കാര്യവും എനിക്കറിയില്ല. ഒരു ചർച്ച നടത്തി ഞാൻ ഈ 3-4 നേതാക്കളോട് സംസാരിച്ചു. 4-5 നേതാക്കളുടെ. എനിക്ക് തോന്നുന്നു ഒരിക്കൽ കെ മുരളീധരന്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞ്, കെ മുരളീധരൻ പറഞ്ഞു, നിങ്ങളൊക്കെ നമ്മളോട്ട് നിൽക്കേണ്ട, പണ്ട് നിങ്ങളൊക്കെ നിന്നപ്പോൾ ഞങ്ങൾക്ക് 10 കൂടുതൽ സീറ്റ് കിട്ടി എന്ന് ഈ കെ മുരളീധരൻ പറഞ്ഞപ്പോഴും ഞാനും ഗൗരവം, എനിക്കും അവിടെ ഇതില്ല, ഗൗരവമായിട്ട് ഞാൻ മുമ്പോട്ട് ആലോചിക്കുന്നുണ്ട്. പാർട്ടിയൊക്കെ ആ രീതിയിൽ സജീവമായിട്ട് കമ്മിറ്റി എടുത്ത് തീരുമാനിക്കാം. അങ്ങനെ ഒരു തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. 21-ാം തീയതിയാണ് VSDPയുടെ പ്രതിനിധി സഭ, അടുത്ത മാസം സെന്റ് ജോസഫിൽ. അല്ല, അത് ഞാനിവിടെ കിടന്ന് തർക്കിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഞാൻ എന്തെങ്കിലും ഈ പാർട്ടി സംബന്ധിച്ച് പ്രസിഡന്റ് ആണ് ചിന്തിക്കേണ്ടത്. എന്ത് തീരുമാനിക്കാനും VSDP ആയാലും പ്രസിഡന്റ് എന്റെ പരമാധികാരം. എന്റെ പാർട്ടിയിൽ ഒരാൾക്കും അപേക്ഷ കൊടുക്കാനും പറ്റില്ല, കൊടുത്തിട്ടുമില്ല. ഞാൻ പറയണ അതല്ലല്ലോ, ഞാനിതാ ലൈവായിട്ട് പറയല്ലേ. അതെടുത്തൊരു ഏതെങ്കിലും ഒരു ചാനലിൽ കൂടി ഞങ്ങൾ കാണിക്കട്ടെ. വാട്സപ്പിലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്നണിയിൽ എന്തൊക്കെ പ്രശ്നം, മുന്നണിയുടെ പ്രശ്നങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം BD സതീശനെ ഞാൻ ഇവിടെ അവരുടെ ഹൗസിൽ തന്നെ ഞാൻ പോയി കണ്ടു. നമ്മളെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാനാണ് പോയത്. അപ്പോൾ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ചപ്പോൾ ഹരിപ്പാട് ഞാൻ പോയിരുന്നു. അപ്പം അടുത്തുകൂടി ഇരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെ വിഷൂർ എങ്ങനെ ഇതിന് നിൽക്കുന്നത്, നമ്മളോട് നിൽക്കേണ്ടതല്ലേ, ഞാനും ഗൗരവമായിട്ട് ആലോചിക്കും എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. എനിക്ക് 2-3 മാസത്തിന് അകത്തുള്ള കാര്യമാണ് ഹരിപ്പാട് വെച്ച്. ഇത്രേ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ. പിന്നെ മുരളീധരനെ ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു. അപ്പം അതിനേം കാരണം ഞാൻ ഈ NDAയിൽ അതൃപ്തനാണ് എന്ന് പറഞ്ഞ് ഞാൻ 1-2 ചാനലിലൊക്കെ പറഞ്ഞിരുന്നു. അത് വന്നിരുന്നു, മാതൃഭൂമി പോലെ ഈ ഇരിക്കുന്ന പല ചാനലിലും വന്നിരുന്നു. NDAയിൽ എനിക്ക്
അല്ല, അതിന് ഇപ്പോഴും നിലവിൽ രാജു ചന്ദ്രശേഖർ എന്നെ പരിഗണിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഞാനത് പോകാൻ തയ്യാറല്ല. കാരണം ഈ ഘടകകക്ഷികളിൽ എന്നെ മിനിമം കാര്യങ്ങൾ ചുമതലകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ വിഴിഞ്ഞത്തിൻ്റെ ചുമതലയുണ്ട് നിലവിൽ. അത് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ്റെയൊക്കെ പ്രധാന ചില കാര്യങ്ങൾ രാജു ചന്ദ്രശേഖർ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാപട്യം കാണിക്കാൻ ഞാൻ തയ്യാറല്ല. അല്ല, അതിർത്തി എനിക്കുണ്ട്. അതിർത്തി നിലവിൽ എനിക്കുണ്ട്. രാജു ചന്ദ്രശേഖറുമായിട്ട് ഇന്നലെ അത് സംസാരിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉടൻ പോയി. അല്ലെങ്കിൽ അല്ല, എനിക്കൊന്നും വിലവേശാനൊന്നുമില്ല. ഞാൻ ഇന്ത്യയിൽ നിന്നിട്ടും 10-11 വർഷമായി. അത്യാവശ്യം കമ്മിറ്റിക്ക് ചെന്ന് ചായയും വടയൊക്കെ കഴിച്ചല്ലാതെ അതിൽ നിന്ന് ഒന്നും നേടിയിട്ടില്ല. ഞാൻ 10 വർഷം മുമ്പേ UDF ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ എല്ലാ സീറ്റുകളും അവർ ജയിച്ചു വന്നിട്ടുണ്ട്. അവരെ ഒന്നും ഞാനൊരു ചായയും വാങ്ങിച്ചു കുടിച്ചിട്ടില്ല. ഇനി 62 വയസ്സായ ആൾ ഇനി വാർഗം ചെയ്ത് കൂടുതൽ എടുക്കാൻ ഒക്കൂ എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പിന്നെ മാനസികമായിട്ട് ഞാൻ നിൽക്കുന്നത്, ഞാൻ BJPയുടെ മുമ്പൊന്നുമല്ല. ഈ കുട്ടിക്കാലം മുതൽ ഞാനൊരു സ്വയംസേനാണ്. എന്നെ വളർന്നതും വളർത്തിയൊക്കെ അവരാണ്. അവരുടെയെങ്കിലും ഒരു അറിവ് ഞാനെങ്കിൽ നേടണ്ടേ? അല്ല, ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോകും. BSTP നിലപാട് നേരത്തെ കഴിഞ്ഞ പ്രതിനിധി സഭയ്ക്ക് നിങ്ങളെല്ലാവരും വന്നിരുന്നു. അന്ന് നമ്മൾ 3000 പ്രതികൾ സെന്റ് ജോസഫിൽ കൂടി BJP ആയിട്ട് അകലം പാലിക്കണമെന്ന് അന്ന് തീരുമാനിച്ചു. അത് എടുത്തിട്ടില്ലല്ലോ. BJP ആയിട്ട് അകലം പാലിച്ചാണ് നിൽക്കുന്നത്. ഇല്ല, പാർട്ടിയെ അത്തരത്തിൽ നമ്മളെ പാർട്ടിയുടെ ആളുകൾ സജീവമായിട്ടില്ല. ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അതുമൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ നാളെ ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇയാൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഇത്തിരിയും രൂപയൊക്കെ ചില കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ആളിന്റെ വോട്ട് വേറെ കൊടുക്കുമ്പോൾ അയാൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെല്ലാം പരിശോധിക്കാമെന്ന് വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കുമെന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഞങ്ങൾ 3-ാം സ്ഥാനമാണ് ഓരോ പഞ്ചായത്തിലും. BJP 4-ാം സ്ഥാനത്താണ്. അങ്ങനെ മത്സരിക്കേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കും. ഞങ്ങൾ കൂട്ടുമുന്നണിയിൽ അങ്ങനെ കടന്ന് എന്തെങ്കിലും നേടാൻ നിൽക്കുന്നവരല്ല. മത്സരിച്ചിട്ടുണ്ട്. അത് അന്ന് കള്ളിക്കാട് ബ്ലോക്ക് അല്ലേ, കള്ളിക്കാട് ബ്ലോക്കിൽ അവർ 4-ാം സ്ഥാനം, ഞങ്ങൾ 3-ാം സ്ഥാനമാണ്. ഇയാളാണ് മത്സരിച്ചത്. അപ്പം അങ്ങനെ മത്സരിക്കണമെങ്കിലും അങ്ങനെ ബാക്ക് സപ്പോർട്ടൊക്കെ ഈ പാർട്ടിക്കുണ്ട്. മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും. UDFിലേക്കില്ല എന്ന് പറയുകയാണ് കേരള കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം UDF അല്ലെങ്കിൽ അല്പസമയം മുൻപ് VD സതീശൻ പ്രഖ്യാപിച്ചതെന്ന് അറിയില്ല എന്നതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത്. താൻ 4 മാസം മുൻപ് നടത്തിയ കൂടിക്കാഴ്ചയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നല്ലാതെ ഒരു അപേക്ഷ പോലും നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ കത്ത് പുറത്തുവിടട്ടെ എന്ന് പറയുകയാണ്. ഏതായാലും നേരത്തെ 24 തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഉമേഷ് ബാലകൃഷ്ണനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ UDFിലേക്കുള്ള വരവ് അത് നിരസിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.